കാട്ടാത്തി യുവശക്തി വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് 9, 10 തീയതികളിൽ ഏറ്റുമാനൂരപ്പൻ കോളേജ് മൈതാനത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9 രാവിലെ 9:30 മുതൽ വിവിധ കലാകായിക മത്സരങ്ങൾ നടക്കും. വൈകുന്നേരം 6 സാംസ്കാരിക സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. വായനശാല പ്രസിഡന്റ് സിനോഷ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും. K. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ സിനിമാ സംവിധായകൻ ജയരാജന് വായനശാലയുടെ ആദരം നൽകും. അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OA സജി, ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS ദിലീപ്, വായനശാല ജോയിന്റ് സെക്രട്ടറിയും 5ാം വാർഡ് മെമ്പറുമായ സനിൽ ജോസഫ്, രതീഷ് രത്നാകരൻ തുടങ്ങിയവർ പ്രസംഗിക്കും. ഏറ്റുമാനൂർ കാട്ടാത്തി യുവശക്തി വായനശാലയുടെ 50ാം വാർഷികം മെയ് 9, 10 തീയതികളിലായിട്ട് വായനശാലയുടെ അടുത്തുള്ള ഏറ്റുമാനൂരപ്പൻ കോളേജ് ഗ്രൗണ്ടിൽ നടത്തപ്പെടുകയാണ്. അതിൽ 9ാം തീയതി സാംസ്കാരിക സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ VN വാസർ അവറുകളാണ്. അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഫ്രാൻസിസ് ജോർജ് MP ആണ്. ജയരാജാണ് മഹനീയ സാന്നിധ്യമായി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ അതുകൂടാതെ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന ഈ സമ്മേളനാനന്തരം യുവശക്തി ആർട്സ് ക്ലബിന്റെ വർണ്ണ നിലാവ് എന്ന് പറയുന്ന കലാ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ 10ാം തീയതി വടംവലി മത്സരവും അതുപോലെ തന്നെ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. ഗാനമേള ആലപ്പുഴ റഹ്ബാൻ അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളയാണ് നടത്തപ്പെടുന്നത്. വായനശാലകളിൽ കാലാകാലങ്ങളായി നടത്തപ്പെടുന്ന വാർഷികവും അതുപോലെ തന്നെ നാടൻ പന്തുകളി മത്സരങ്ങൾ, ഇപ്പോൾ ഈ വാർഷികം, പിന്നെ ഇതൊക്കെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം, ഇതൊക്കെ നടത്തപ്പെട്ടത് നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായവും കൂടാതെ ഇവിടെ നിന്ന് വായനശാലയിൽ നിന്ന് അറിവ് നേടി വെളിയിൽ പോയ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ അനേകം ആളുകളുണ്ട്. അവരുടെ താങ്ങും തണലും ഇതിന് വളരെ കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ഇവിടെ ഓർക്കേണ്ടതാണ്. ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ ഹേമന്ത് കുമാർ സമ്മാനദാനം നിർവഹിക്കും. വൈകിട്ട് 7 യുവശക്തി ആർട്സിന്റെ കലാസന്ധ്യ, വർണ്ണനിലാവ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. മൊബൈൽ ഫോണും AI-യും റീൽസുമെല്ലാം ആധിപത്യം നേടിയ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ വായനശാലയിലേക്ക് എത്തണമെന്ന് പ്രസിഡന്റ് സിനോഷ് സെബാസ്റ്റ്യൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി PK ഷാജി പല്ലാട്ട്, പ്രസിഡന്റ് സിനോഷ് സെബാസ്റ്റ്യൻ, സനൽ കാട്ടാത്തിയേൽ, PY ഷാജു എന്നിവർ പങ്കെടുത്തു. 1975 കാലഘട്ടത്തിൽ കാട്ടാത്തി എന്ന പ്രദേശത്ത് വളരെ സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അവരുടെ തലയിൽ ഉദിച്ച ഒരു ആശയമാണ് വായനശാല എന്ന രീതിയിൽ ഇന്ന് ഇത്രയും വളരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. അതിൽ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അന്ന് ഈ വായനശാലയുടെ നിർമ്മാണ പ്രവർത്തനത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ഭാഗഭാക്ക് വഹിച്ചത്. പിന്നീട് പടിപടിയായി വന്ന ആ പ്രദേശത്തെ ചെറുപ്പക്കാരെ ഏറ്റെടുക്കുകയും ഇന്ന് ഈ കാണുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് നിലനിൽക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഗ്രന്ഥശാലയുടെ അംഗീകാരം നേടിയെടുത്തിട്ട് പോലും പകുതി വഴി കിതച്ചു നിന്ന നിരവധിയായിട്ടുള്ള വായനശാലകളുണ്ട്. അപ്പൊ ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഗ്രന്ഥശാലയുടെ അംഗീകാരം പോലും ഇല്ലാതെ 50 വർഷമായിട്ട് ഒരു പ്രസ്ഥാനം നിലനിൽക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ധാരാളം ചെറുപ്പക്കാർ ഈ വായനശാലയുടെ തണലും താങ്ങുമേറ്റ് വളർന്നിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഇപ്പോൾ സർക്കാർ സർവീസിൽ ഇരിക്കുന്നുണ്ട്. മറ്റ് സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതുപോലെ ജനപ്രതിനിധിയായിട്ട് ഈ കാലഘട്ടം അത്രയും പ്രവർത്തിച്ച ആൾക്കാരുണ്ട്, പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിൽ ആ നാടിന്റെ തന്നെ ഒരു അക്ഷരങ്ങളുടെ ശ്രീകോവിലായിട്ടാണ് ഈ വായനശാല നിലനിൽക്കുന്നത്. വായനശാല എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കും പുസ്തക വായന. അതിലുപരിയായിട്ട് ആ പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മൺമറഞ്ഞു പോയ നാടൻ പന്തുകളി പോലുള്ള മത്സരങ്ങളെ, കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കാലഘട്ടത്തിന്റെയും ചെറുപ്പക്കാർക്ക് വേണ്ട കലാകായിക രംഗങ്ങളിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വായനശാലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റ് രീതിയിലേക്ക് ചെറുപ്പക്കാർ പോകുന്നതിനെ കൃത്യമായിട്ട് തടയിടാനും കാട്ടാത്തി എന്ന പ്രദേശത്ത് അത്തരത്തിലൊരു സാംസ്കാരിക കൂട്ടായ്മ ഉണ്ടാക്കാനും വായനശാല കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ആകെത്തുകയായിട്ടാണ് 50 വർഷമായിട്ട് ഒരു പ്രസ്ഥാനം ഇത്രയും ഭംഗിയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ആകെ തെളിവ്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.